മറ്റൊരു വികസന മുന്നേറ്റത്തിന്റെ കഥയിലേക്കാണ്, വികസന മുന്നേറ്റത്തിലേക്ക് വഴിവെട്ടിയ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോഴിക്കോട്ടേക്കാണ്. മേഘമാധവൻ കൂടി ചേരുന്നുണ്ട്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. നമ്മളിവിടെ കുമരകത്തെ സനോജിന്റെ റിപ്പോർട്ട് കാണുകയായിരുന്നു. ആ റിപ്പോർട്ട് കുമരകത്ത് പണി കഴിപ്പിച്ച കിഫ്ബി പ്രോജക്റ്റിലൂടെ പണി കഴിപ്പിച്ച ഒരു പാലത്തെക്കുറിച്ചുള്ള മനോഹരമായ റിപ്പോർട്ട് കാണുമ്പോഴാണ് മേഘ മറ്റൊരു പാലത്തിന്റെ മുകളിൽ ഏറ്റവും സുന്ദരിയായി നിൽക്കുന്ന, റെയിൻബോ കളറിൽ സുന്ദരിയായി നിൽക്കുന്ന ഒരു പാലത്തിന്റെ മുകളിൽ നിൽക്കുന്നത്. ഞാൻ ഈ പാലം കാണുമ്പോൾ, ഈ പാലത്തിന്റെ ബാക്ക് പില്ലർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പെരുമ്പളം പാലമാണ്. പെരുമ്പളം പാലം ഇനാഗുറേറ്റ് ചെയ്യാൻ പോവുകയാണ്. വേമ്പനാട് കായലിന് കുറുകെയുള്ള ഏറ്റവും കിലോമീറ്ററുകളുള്ള നമ്മുടെ കേരളത്തിലെ ആദ്യ പാലമായി പെരുമ്പളം പാലം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പുതിയ പാലത്തിലാണ് മേഘ നിൽക്കുന്നത്, അല്ലേ? പേരും പുതിയ പാലമാണ്, പണി കഴിപ്പിച്ചിരിക്കുന്നതും പുതിയൊരു പാലമാണ്. തീർച്ചയായും വിൻഷ, അതെ, തീർച്ചയായും പുതിയ പാലം എന്ന് തന്നെയാണ് ഈ പാലത്തിൻ്റെ പേര്. അതായത് എല്ലായിടവും മുക്കുമൂലയും മാറുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അതായത് എവിടെയും വികസനത്തിൻ്റെ മുന്നേറ്റങ്ങൾ മാത്രമാണ് കാണാൻ ഉള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പുതിയ പാലം എന്നത്. 1987 ഒരു മരപ്പാലമായിരുന്നു. അതിനുശേഷം 1947 ഒരു മരപ്പാലമായിരുന്നു. 82 വരുമ്പോൾ അതൊരു കോൺക്രീറ്റ് പാലമായി മാറി. പക്ഷേ ഒരു വാഹനങ്ങൾക്ക്, അതായത് ഒരു സൈക്കിൾ പോയാൽ അപ്പുറത്ത് നിന്ന് മറ്റൊരു സൈക്കിൾ വരണമെങ്കിൽ ഏറെ സമയം ഇത് കടന്നു പോകുന്നവരെ കാത്തു നിൽക്കേണ്ട അവസ്ഥ. അങ്ങനെ ഒരു ചെറിയൊരു പാലം, അവിടെ നിന്നാണ് ഈ പുതിയ പാലം എന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2022 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് 60 കോടി മുടക്കിക്കൊണ്ട് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. ഈ സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയാണ് ഈ 60 കോടി രൂപ കിഫ്ബി വഴിയാണ് ഫണ്ട് അനുവദിച്ചത്. അങ്ങനെയാണ് ഈ മനോഹരമായ പാലം ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഈ മാങ്കാവ് മിനി ബൈപ്പാസിൽ നിന്ന് പുതിയ പാലം, അതായത് പുതിയ പാലം എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മാങ്കാവ് മിനി ബൈപ്പാസിൽ നിന്ന് തളി പാളയം, അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ തന്നെയും പെട്ടെന്ന് എത്താം. സാധാരണ ആളുകൾക്ക്, ഈ മലപ്പുറത്ത് നിന്ന് ഉൾപ്പെടെ വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, ഈ അരീക്കാടാണെങ്കിലും ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ തന്നെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കണമെങ്കിൽ ഈ മാവൂർ റോഡ് വഴി ചുറ്റിയെത്തണം. ഇനി അതിൻ്റെ ആവശ്യമില്ല. നേരെ മിംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഈ പുതിയ പാലം ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് 9 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ നാട് തന്നെ അതൊരു ആഘോഷമാക്കുകയാണ്. കാരണം ഏറെ കാലമായി വലിയ തരത്തിൽ കഷ്ടതകൾ അനുഭവിച്ച ഒരു ജനതയ്ക്ക് ഒപ്പം നിന്ന സർക്കാർ അത് യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കാത്തു നിന്ന് ഇടുങ്ങി നിന്നൊന്നും പോകേണ്ടതില്ല. വിശാലമായി തന്നെ ആളുകൾക്ക് സഞ്ചരിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16.53 മീറ്റർ നീളവും അതിനൊപ്പം തന്നെ 11 മീറ്റർ വീതിയിലുമാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഗതാഗത പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. സുഗമമായി തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഒരുപാട് ആളുകൾ ഇതൊരു ആഘോഷമാക്കി മാറ്റുന്നുണ്ട് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം. കാരണം വലിയൊരു ഏറെക്കാലത്തെ ഒരു സ്വപ്നം കൂടിയാണ്. ചേട്ടാ, നമ്മുടെയൊക്കെ ഏറെക്കാലത്തെ സ്വപ്നമാണ് ഈ പാലം യാഥാർത്ഥ്യമാവുക എന്നത്. ഒരു കാലത്ത് ഒരു വണ്ടി അവിടെ കാത്തു നിൽക്കുന്നു, അതിനുശേഷം ഇപ്പുറം കടക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അടിപൊളി പാലം തയ്യാറായി. എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത്? ഇതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ജനങ്ങൾക്ക്. അത് നിങ്ങൾക്ക് കാണണമായിരുന്നു വെച്ചാൽ ഇന്നലെ മെനിയാന്നൊക്കെ ഇവിടെ രാത്രി വേണമായിരുന്നു. ഇന്നലെ ഇവിടെ രാത്രി ശരിക്കും പറഞ്ഞാൽ ആഘോഷ തിമിർപ്പായിരുന്നു. ഒരു ഭാഗത്ത് പിന്നെ ഇവിടെ ഒരു 2 മണിക്കൂറോളം ഇവിടെ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഉത്സവമായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ. അത്രയും അധികം ജനങ്ങൾ, വളരെയധികം ഒരുപാട് കാലത്തെ പ്രയാസം ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് 82-ലാണ് ആ ഇടുങ്ങിയ പാലം ഇവിടെ ഉണ്ടായിരുന്നത്. 82-ൽ നിർമ്മിച്ച അന്ന് അത് അങ്ങനെ നിർമ്മിച്ചതെന്ന് പോലും അറിയില്ല. അങ്ങനെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത് 82 90-കളിലേക്ക് തന്നെ ഈ പാലം ഒന്ന് പൊളിച്ചു മാറ്റി കുറച്ച് സൗകര്യമുള്ള പാലം വേണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി. ആ ആവശ്യം ഇങ്ങനെ ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റ് സാമൂഹിക സംഘടനകളും ഒക്കെ തന്നെ ആവശ്യങ്ങളും ശക്തമായ രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുപോയി. പക്ഷേ അത് അപ്പോൾ ഒന്നും അത്ര ആരും ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ 2006 ഇത് നോർത്ത് മണ്ഡലത്തിൻ്റെ ഭാഗമാണ്, അപ്പുറത്തെ ഭാഗം. അപ്പോൾ ഈ പാലം ഭാഗികമായിട്ട് നോർത്തിലെ ഭാഗമാണ്. പ്രദീപ് കുമാർ വളരെയധികം താല്പര്യം എടുത്തിട്ട് ഇത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി. ആ സമയത്ത് 2007-08 ബഡ്ജറ്റിൽ ഇതിൻ്റെ പ്രാഥമികമായിട്ടൊരു തുക വകയിരുത്തി. അതായത് 1 ലക്ഷം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ DPR തയ്യാറാക്കാൻ. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ ഗവൺമെൻറ്റിന്.
അങ്ങനെ ആ സമയത്താണ് DPR തയ്യാറാക്കുന്നതും പിന്നെ ഇതിൻ്റെ ലാൻഡ് അക്വിസിഷൻ ആവശ്യമായ നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല ഈ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ഒരു ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ പറ്റുമുള്ള വലിയ ശ്രമം അന്നത്തെ MLA പ്രദീപ് കുമാർ നടത്തി നോക്കിയിരുന്നു. അത് വേണ്ടത്ര അങ്ങോട്ടേക്ക് സാങ്കേതിക പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ട് അത് കിട്ടാതെ പ്രശ്നം വന്നു. പക്ഷേ ഇതിൻ്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ അധികാരത്തിൽ വരുന്നത് 2021 പിന്നെ 2006 2011 തൊട്ട് 2021 വരെ ഇവിടെ MK മുനീറായിരുന്നു ഇവിടുത്തെ MLA. 2011 തൊട്ട് 2016 വരെ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്കുള്ളൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ 2016 മുതൽ 2011 മുതൽ 2016 വരെ അദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. ഈ ജനങ്ങൾ ഞങ്ങളൊക്കെ ഒരുപാട് തവണ ഇദ്ദേഹത്തെ കാണും. കുറേ കാര്യമൊക്കെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കി ആ സമയത്ത് എൻ്റെ ഭരണാനുമതി കൊടുത്തതൊക്കെ ആ സമയത്താണ്. പക്ഷേ ആ സമയത്ത് ഒരു തുക വകയിരുത്തി ഈ പാലം 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഞങ്ങൾക്ക് ഇപ്പോൾ മുനീർ സാഹിബ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത ആളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ അദ്ദേഹം വിചാരിച്ചാൽ ഈ 2006 തൊട്ട് 2011 വരെയുള്ള കാലയളവിൽ ഇവിടെ ഈ പാലം അന്ന് വരുമായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ പേപ്പർ വർക്കുകളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. ഓരോ പേപ്പർ വർക്കൊക്കെ പൂർത്തീകരിച്ച ആളല്ല. ലാൻഡ് അക്വിസിഷൻ ഉണ്ട്, വ്യാപാരികളുടെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് അതുപോലും പൂർത്തീകരിച്ചില്ല. പിന്നെ 2016 വന്ന ഗവൺമെൻറ്റാണ് എല്ലാ പേപ്പർ വർക്കും പൂർത്തീകരിച്ചത്. ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടായിരുന്നു അറിയോ. ഇവിടുത്തെ വ്യാപാരികൾക്ക് പിന്നെ എത്രയോ കാലമായി വ്യാപാരികൾ 100 കൊല്ലവും 150 കൊല്ലമൊക്കെ കച്ചവടം നടത്തുന്ന വ്യാപാരികളുണ്ട്. അവർക്ക് അവരെ കയ്യിൽ റെൻ്റ് അഗ്രിമെൻ്റ് ഇല്ല, പിന്നെ ടാക്സ് അടച്ച കോർപ്പറേഷൻ ടാക്സ് ഇല്ലാത്തൊക്കെ അങ്ങനെ കുറേ അങ്ങനത്തെയൊക്കെ വ്യാപാരികളാണ്, സാധാ ചെറിയ വ്യാപാരികളാണ്. അവർക്കൊക്കെ 100-150 കൊല്ലം ഇവിടെ കച്ചവടം ചെയ്താൽ അല്ലെങ്കിൽ 100 കൊല്ലം 150 കൊല്ലം കച്ചവടം ചെയ്തൊരു സുപ്രഭാതത്തിൽ പോകുക എന്നുള്ളത്. ഞാൻ വ്യാപാരി വ്യവസായ സമിതിൻ്റെ ഒരാൾ കൂടിയായിരുന്നു. ആ സമയത്ത് ഞാൻ അന്ന് മറ്റേ മന്ത്രിമാരെ കാണുകയൊക്കെ ചെയ്ത് ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു. അപ്പോൾ വ്യാപാരി വ്യവസായ സമിതി വ്യാപാരികൾക്ക് വലിയ നിലക്ക് ഇടപെട്ടു. അതിൻ്റെ ഒരു ഗുണവും ഉണ്ടായി. ഗവൺമെൻറ് അതും ചെയ്തു തന്നു. അന്ന് ഈ മറ്റേ റെൻ്റ് അഗ്രിമെൻ്റ് ഇല്ലെങ്കിലും പിന്നെ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാത്തവർക്കൊക്കെ പാക്കേജ് 2 ലക്ഷം രൂപ വ്യാപാരികൾക്ക് ഉള്ള പാക്കേജും അതേപോലെ അവിടെ തൊഴിലെടുക്കുന്ന 2 പേർക്ക് 6000 രൂപ എല്ലാവരെയും മതിയായ രീതിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വികസനം ചേർത്ത് വെച്ചിട്ടാണ്. അതാണ്. അപ്പം ഞങ്ങളൊരു വിഷയം പറഞ്ഞാൽ അത് കേൾക്കാൻ ഗവൺമെൻറ് ഉണ്ട്. വ്യാപാരികളുടെ പ്രശ്നമാണെങ്കിൽ എന്താണെങ്കിലും. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ ഈ 2016 ഗവൺമെൻറ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങളോ എല്ലാം ചെയ്തു. മാത്രമല്ല 2018-19 പ്രളയം ഒക്കെ ഉണ്ടായ സമയമാണ്. എന്നിട്ട് പോലും ഗവർണർ കുറേ കാര്യങ്ങൾ പേപ്പർ വർക്ക് മുഴുവൻ പൂർത്തീകരിച്ചു. 2021 അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് 2021 ഈ ഗവൺമെൻറ്റിന് ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് 2021-22 ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്താം. ഫണ്ട് എന്ന് പറഞ്ഞാൽ കിഫ്ബിയിൽ കൂടെ ആ ഫണ്ട് വകയിരുത്തി. അതൊക്കെ സ്പീഡ് ചെയ്യാൻ പറ്റിയത് അതിന് മുന്നേ എല്ലാ പേപ്പർ വർക്കും ലാൻഡ് അക്വിസിഷൻ പോലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് കഴിഞ്ഞാണ്. അതായത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം 2021-22 ബഡ്ജറ്റിൽ വന്നു. 2022 ഇത് തറക്കല്ലിട്ടു. 2026 ഇത് പാലായി. ഞങ്ങൾ വളരെ ഹാപ്പിയായി. ഈ നാട്ടുകാരായിട്ടുള്ള ഞങ്ങളെല്ലാവരും അത് നിങ്ങൾക്ക് നേർക്ക് കാണണമായിരുന്നു വെച്ചാൽ ഇന്നലെ മനിയാന്നൊക്കെ അവിടെ രാത്രികളാണ്. ഇപ്പം ഈ രാവിലെ സമയങ്ങളിലൊക്കെ പാലം പണി കഴിഞ്ഞാലൊക്കെ രാത്രികൾ ആളുകൾ ആഘോഷമാക്കിയാണ്. നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ദീപാലങ്കൃതമാക്കി മനോഹരമാക്കി മാറ്റുന്നു. അതൊക്കെ ഏതായാലും വലിയ സന്തോഷമല്ലേ ചേട്ടാ? സന്തോഷം എന്ന് പറയാനുണ്ടോ. ഞങ്ങള് ചെറുപ്പം മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ്. അന്ന് മുതൽ പറയുന്നുണ്ട് പുതിയ പാലം, വലിയ പാലവും ആദ്യം വരുന്നു പറഞ്ഞു. ഈ കല്ലുത്താങ്കടവ് ബ്രിഡ്ജ് വരുന്നതിൻ്റെ മുമ്പ് സംസാരിക്കുന്ന കേസാണ് ഇവിടെ പുതിയ പാലം വലുതാക്കുക എന്നുള്ളത്. എന്തായാലും സർക്കാരിനോട് അകമഴിഞ്ഞ ഒരു നന്ദി ഞങ്ങൾ പറയാം. നാട്ടുകാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളാണ്. തീർച്ചയായിട്ടും വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഇത് കാണാൻ പറ്റിയ കുറേ ആളുകൾ മരണപ്പെട്ടു പോയി. അവർക്കും കൂടി ആഗ്രഹിച്ച ആളുകളായിരുന്നു. അവർക്കും കൂടി നമ്മൾ ഇത് സമർപ്പിക്കുകയാണ്. അതേപോലെ ഈ കഴിഞ്ഞ 2021 വന്ന ഇതുണ്ട്. ഇത്രയും സ്പീഡായത് നമ്മളെ MLA ദേവർകോവിൽ വളരെയധികം ഇടപെട്ടു കേട്ടോ. 2016-21 ഗവൺമെൻറ് LDF ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ നടക്കണമല്ലോ, ഒരു മുൻകൈ എടുക്കാൻ. അത് ഒരുപാട് പ്രതിസന്ധികൾ ആ സമയത്തും വന്നു.
ഈ മാങ്കാവിലൊക്കെ എപ്പോഴും തിരക്കുണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ തിരക്കിലൊന്നും വേണ്ട, സുഖമായിട്ട് ഇതിൽ കൂടെ കടന്ന് നേരെ വേറെ പ്രശ്നം തരാം, വണ്ടി മുഴുവൻ ഇതിലേ വരിക. പിന്നെ ഇതിലിപ്പോൾ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ പാലത്തിന് ഇവിടുന്ന് തളി വരെയുള്ള ഭാഗത്ത് ഒന്ന് വീതി കൂട്ടേണ്ട പ്രശ്നമുണ്ട്. ഞങ്ങൾ കോർപ്പറേഷനൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതായാലും പെട്ടെന്ന് അത് വീതി കൂട്ടുമെന്ന് നടപ്പായില്ല, ഇനി അതും ഉണ്ടാവും. അത് ഉറപ്പ്, ഞങ്ങൾക്ക് ഉറപ്പാ. അത് കാരണം ഈ ഗവൺമെന്റ് നിലനിൽക്കുമ്പോഴും ഈ കോർപ്പറേഷൻ നിലനിൽക്കുമ്പോഴേക്കും ഇത് നടക്കുന്നു. കാരണം ഈ നടക്കാത്തത് നടന്നല്ലോ, നടന്ന് കാണാത്തത് നടന്നല്ലോ. ഞങ്ങൾക്ക് ഇപ്പോൾ വികസനം, നാട് മുഴുവൻ വികസനം എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ ഈ കാണിച്ചു കൊടുക്കുക, ഇവിടെ ഈ പാലുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തുള്ള അച്ഛൻ ഗേൾസ് സ്കൂളുണ്ട്, അതൊക്കെ മാറി. ഗണപത് ബോയ്സ് ഗേൾസ് ഒക്കെ മാറി ഇവിടെ. ഏതായാലും വിനിഷ ആ രീതിയിൽ തന്നെയാണ്, എത്ര പറഞ്ഞാലും തീരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറെക്കാലമായുള്ള അവരുടെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. ഇനിയൊരു പ്രശ്നവുമില്ല, ഏത് പ്രശ്നവും പറയാനൊരു സർക്കാരുണ്ട്, കോർപ്പറേഷനുണ്ട്, അത് നടപ്പിലാക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഏതായാലും കൃത്യം 9 മണിക്കാണ് ഉദ്ഘാടനം. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിക്കുക. യെസ്, താങ്ക് യു മേഘ. മനുഷ്യന്മാരുടെ സന്തോഷം തന്നെയാണ് ഈ കാഴ്ചകൾക്കൊക്കെയുള്ള ഒരു സാക്ഷ്യം വഹിക്കൽ അല്ലെങ്കിൽ സാക്ഷ്യം പറയൽ എന്ന് പറയുന്നത്. കാരണം ഓരോ ഇടങ്ങളും, നമ്മുടെ കേരളത്തിലെ ഓരോ ഇടങ്ങളും, പാലമാകട്ടെ ഓരോ പ്രദേശങ്ങളാകട്ടെ, അതെല്ലാം ടൂറിസം ഡെസ്റ്റിനേഷനുകളാകുകയാണ്. ആ ആളുകൾ തന്നെ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി അവിടെ ആഘോഷ രാവായിരുന്നു, പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്ത് ഏത് രീതിയിലാണ് അവർക്ക് അവരുടെ സന്തോഷം പങ്കുവെക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. അത്തരത്തിലാണ് പല പാലങ്ങളും. കഴിഞ്ഞ ദിവസം അമ്പൂരി കുമ്പിടിച്ചാൽ പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോഴും അതേ അവസ്ഥ തന്നെയായിരുന്നു. സന്തോഷത്താൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ഒരു ജനതയാണ്. നടക്കില്ല എന്ന് വിചാരിച്ചതാണ്, അത് നടന്നു കണ്ടല്ലോ എന്ന് പറയുന്ന ആ സന്തോഷം തന്നെയാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരമായതുമായ കാഴ്ചകൾ.